മോർണിംഗ്. അപ്പൊ നമ്മളുണ്ടല്ലോ വാവച്ചന്റെ ഫാം ഹൗസിൽ നിന്ന് നേരെ ഇനി രാമക്കൽമേടിലോട്ടാണ് പോകുന്നത്. മൂന്നാറിൽ നമ്മളെ രണ്ടാമത്തെ ദിവസമാണ്. ഏകദേശം 1 മണിയായി. ഇനി നമ്മൾ നേരെ രാമക്കൽമേടിലുള്ള നമ്മുടെ സുർജിത്തിന്റെ ടെന്റ് ക്യാമ്പ് സൈറ്റിലേക്കാണ് പോകുന്നത്. നമ്മളെ റൂട്ട് കാന്തല്ലൂർ, മറയൂർ, മൂന്നാർ, നെടുങ്കണ്ടം, രാമക്കൽമേട് ഇതുവഴിയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഏകദേശം 110 കിലോമീറ്റർ ഉണ്ട്. വൈകുന്നേരം ആവുമായിരിക്കും നമ്മൾ അവിടെ എത്താൻ. നമ്മളുണ്ടല്ലോ കാന്തല്ലൂരിൽ നിന്ന് മറയൂർക്ക് പോകുമ്പോൾ മറയൂർ ശർക്കര എന്നെല്ലാവരും കേട്ടിട്ടില്ല. അപ്പം ആ ഒരു ശർക്കര ഉണ്ടാക്കുന്നത് കാണാൻ വേണ്ടിയിട്ടാണ്. 1 കിലോക്കാണ് 120 രൂപ. 1 കിലോ ഉരുട്ടാൻ പറ്റിയില്ല മക്കളെ, ഉരുട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എപ്പോഴും ഉള്ളിലാക്കിയാണ് വെക്കുന്നത്. ഇന്നലെ ഇവിടെ ഒരു ചെറിയൊരു സംഭവം നടന്നത് കാരണം ഞങ്ങൾ നിർത്തിയില്ല. അതിന്റെ പുറകെ ഒരു വണ്ടിക്കാരൻ ഇവിടെ വീണ് ഇവിടെ ഉരുട്ടാറായി കഴിഞ്ഞപ്പോൾ പിന്നെ അതിന്റെ പാടം തെറ്റിട്ട് അങ്ങനെ വെച്ച് ഉണ്ടാന്ന് ഇതെപ്പോഴാണ് ഉണ്ടാക്കുന്ന സമയത്തുള്ള എപ്പോഴും ഉണ്ടാക്കുന്ന. ഇന്ന് കരിമ്പില്ലാത്ത കാരണം നിർത്തി വെക്കുക. ആണോ? അല്ലല്ല, അത് കാലിപ്പാത്രമാണ്. ഇതിലാണോ ശർക്കര ഉണ്ടാക്കുക? 120 രൂപ കൊടുത്താൽ മാത്രം. നോർമൽ ശർക്കരയുണ്ട്. ഇത് നോർമൽ ശർക്കര കഴിച്ചില്ല നിങ്ങള്? ഇത്രയും നേരം വന്ന് നിന്നിട്ടാ. ഇത് ഏലക്കാണ്. 1 കിലോ ശർക്കര ഏതാന്ന് പറഞ്ഞ് മേടിക്കുകയും ചെയ്തു ഒരാൾ. ഇപ്പൊ മേടിച്ചത് അത് ഏലക്കല്ല, അത് നോർമൽ ശർക്കര. ഇത് ഏലക്കാണ്. ഇത് നമ്മളെ അരവണന്റെ ടേസ്റ്റ് ഉണ്ടല്ലോ. എല്ലാത്തിലും ചേർക്കാം. അത് അട, കൊഴുക്കട്ട, അവല്, എല്ലാ സംഭവത്തിലും ചേർക്കാം. കരിമ്പ് ഇവിടെ തന്നെ ഉള്ള ഇപ്പൊ തൊട്ട് താഴെ 1 കിലോമീറ്ററിന് താഴെ വെച്ചിട്ടും പോയാൽ കാണാൻ കഴിയുമോ? പക്ഷെ റോഡ് സൈഡിലല്ല കേട്ടോ, ഇച്ചിരി ഉള്ളിലേക്ക്. ഒരു കിലോ ശർക്കര വാങ്ങുമ്പോൾ വേണം ഇതിൻ്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ ജസ്റ്റ് അറിയും വേണം. പക്ഷെ അവർ ഇന്ന് കരിമ്പ് ഇല്ലാത്തതിനെ കൊണ്ട് വർക്ക് ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞത്. നമ്മളൊക്കെ ഒരു ഭാഗ്യമില്ല. ഇപ്പം കാന്തല്ലൂരാണുള്ളത്. എൻ്റെ തൊട്ട് ബാക്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുക പൂത്ത് നിൽക്കുന്ന കരിമ്പിൻ്റെ പാടാണ്. നമ്മൾ അങ്ങോട്ട് ട്രസ് പാസ് ചെയ്യുന്ന ഒരിക്കലും ശരിയല്ല. അപ്പോൾ ഈ ഒരു കരിമ്പ് വെച്ചിട്ടാണ് ഇവിടുത്തെ ശർക്കര ഉണ്ടാക്കുന്നത്. വളഞ്ഞു നിൽക്കുന്ന നെല്ലാണ് ഇത്. സമുദ്രനിരപ്പിൽ നിന്നും എത്രയോ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. സാധാരണ നമ്മൾ വയലുകളിലല്ലേ, കുട്ടനാട് പോലത്തെ സ്ഥലങ്ങളിലല്ലേ നമ്മളിത് കണ്ടിട്ടുള്ളത്. ഇത് കണ്ടോ, വളഞ്ഞു നിൽക്കുന്നതാണ്. ഞാനൊരിക്കലും ഇവിടെ നെൽകൃഷി ചെയ്യുന്ന ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായില്ല കേട്ടോ. മീൻസ് എന്താ പറയുക, ഇവിടുത്തെ ആളുകളൊക്കെ സൂപ്പറാണ്. ശർക്കര ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കരിമ്പാണ് കേട്ടോ. ഇത് കരിമ്പിൻ്റെ തോട്ടാണ്. കുറച്ച് ഉള്ളിലേക്ക് പോയി നോക്കാം. ഇവിടെ വെട്ടാനൊക്കെ പാകമായിട്ട് പൂത്ത് നിൽക്കുക കേട്ടോ. ആ ഒരു കാഴ്ച കാണേണ്ടതാണ്. രാമക്കൽമേടുള്ള സുർജിത്തിന്റെ എക്കോമോ എന്ന് പറഞ്ഞിട്ടുള്ള ടെന്റ് സ്റ്റേയിലേക്കാണ് നമ്മുടെ യാത്ര. ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം അവിടെ എന്തൊക്കെയുള്ള നമ്മൾ കാത്തിരിക്കുന്നത് അറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ യാത്രയിലുള്ള വിശേഷങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മറയൂരുള്ള വേൾഡ് ഫേമസ് ആയിട്ടുള്ള ചന്ദനക്കാടുകളാണ് ഇവിടെ. മറയൂർ ചന്ദനക്കാട് എന്ന് പറഞ്ഞാൽ വേൾഡ് ഫേമസ് ആണെന്നുള്ള എല്ലാവർക്കും അറിയാലോ.
അപ്പോൾ ആ ഒരു ചന്ദനക്കാടിൻ്റെ നടുവിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുവഴി പോകുമ്പോൾ ആരും ദയവായിട്ട് ചന്ദനങ്ങളൊന്നും എടുത്ത് വണ്ടിയിലൊന്നും വെക്കരുത്. കാരണം ഈ കാട് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും നമ്മൾ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ടാണ് പോവുക. അപ്പോൾ ആരും അതിന് മുതിരരുത്. ഇവിടെ മാനുകളൊക്കെ ഉണ്ട്. ഈ ഒരു ചന്ദനക്കാട്ടിൽ കാടൊക്കെ കഴിഞ്ഞു. ഇപ്പം ചെറിയ രീതിയിലുള്ള കാടും പിന്നെ ഇനി അങ്ങോട്ട് തേയിലത്തോട്ടങ്ങളൊക്കെയാണ്. ഈ മൂന്നാറിലുള്ള തേയിലത്തോട്ടം, ഓരോ സ്ഥലത്തുള്ള തേയിലത്തോട്ടങ്ങളും ഡിഫറെൻറ്റ് ഫീലാണ്. ഇവിടുത്തെ തേയിലത്തോട്ടങ്ങൾ കാണാൻ ഭയങ്കര ഭംഗിയുണ്ട്. നല്ല അടിപൊളിയായിട്ട് തേയിലത്തോട്ടങ്ങളാണ് ഈ ഒരു ഭാഗത്ത്. നമ്മളെ മറയൂരിൽ നിന്ന് തിരിച്ചു പോകുന്ന സമയത്ത് ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. എല്ലാ കാര്യങ്ങളും അത് ചെക്ക് ചെയ്തിട്ടേ കിട്ടുള്ളൂ. മീൻസ് നമ്മൾ ചന്ദനം ഫോറസ്റ്റിലൂടെ അല്ലേ വന്നേ, സാൻഡൽവുഡ് ഫോറസ്റ്റിലൂടെ അല്ലേ വന്നേ. അതിൻ്റെ ഒരു പാർട്ടായിട്ട് ചെക്ക് പോസ്റ്റ് കാര്യങ്ങൾ. ഏകദേശം രാത്രിയായി തുടങ്ങിയിട്ടോ. നമ്മൾ രാമക്കൽമേട് എത്താനായി. ഇവിടുന്ന് ഒരു 3-4 കിലോമീറ്ററും കൂടി ഉള്ളൂ സുർജിത് പോയിന്റ് റിസോർട്ടിലേക്ക്. നമുക്ക് രണ്ട് സൈഡിലും ഒരു മഞ്ഞൽ, അസ്തമയ സൂര്യൻ്റെ ആ മഞ്ഞ വെളിച്ചത്തിൽ നമ്മുടെ വിൻഫാം അല്ലെങ്കിൽ കാറ്റാടികൾ കറങ്ങുന്നത് കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ. ഒരു ഓറഞ്ച് ബാക്ക്ഗ്രൗണ്ടിൽ നീള് പോലെ കാറ്റാടികൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഏകദേശം രാത്രിയായി. ഇനി നമുക്കിവിടെ വീഡിയോ ഷൂട്ട് ചെയ്യാനൊന്നും കഴിയില്ല, ലൈറ്റ് ഇല്ലാത്തതിനെ കൊണ്ട്. അപ്പോൾ ഇനി നാളെ നമ്മുടെ സുർജിത്തിൻ്റെ എക്കോമോങ്കിലെ വിശേഷങ്ങൾ കാണാം. അപ്പോൾ നാളെ നമുക്ക് സുർജിത്തിൻ്റെ എക്കോമോങ്കിലെ വിശേഷങ്ങൾ കാണാം. അപ്പോൾ ഇറ്റ്സ് മീ ഷാൻ സൈനിങ് ഓഫ്. താങ്ക് യു ഫോർ വാച്ചിങ്.